എല്ലാവർക്കും വലിയൊരു നമസ്കാരം. കുവൈറ്റിൻ്റെ മണ്ണിൽ ആദ്യം തന്നെ ആതുര സേവന രംഗത്തെ കൊളീഗ്സിനോടും അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടും നമ്മുടെ സേവന വ്യവസ്ഥ കൊണ്ട് ഒരു ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു വിഭാഗമാണ് ആതുര സേവന രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർ. അല്ല മാഡം? അതെ, തീർച്ചയായും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. ഹൃദ്യം 2023 കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം അഥവാ KMF കുവൈറ്റ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ മെഗാ സാംസ്കാരിക മേളയിലേക്ക്, ഹൃദ്യം 2023 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തീർച്ചയായിട്ടും ഈ ഹൃദ്യം 2023 എന്ന് പറയുന്നത് കുവൈറ്റിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ഓണസദ്യയായിട്ടാണ് നമ്മൾ അഹങ്കാരത്തോടെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തുടങ്ങുന്ന ഇലയിട്ട് തുടങ്ങുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻട്രോ. അത് കഴിഞ്ഞ് പഴവങ്ങാടിയുടെ 22 തൊട്ട് 56 കൂട്ടം കേരളത്തിൽ എവിടെയും കിട്ടാത്ത സ്വാദിഷ്ടമായ ഒരു സദ്യയാണ് നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇപ്പോൾ ഒരുങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി ക്ഷമയോടെ എല്ലാ പ്രവാസ ജീവിതത്തിൻ്റെ ടെൻഷൻസും മാറ്റിവെച്ച് നമ്മുടെ ഒരു നിമിഷം, ഒരു 3 മണിക്കൂർ സമയം പ്രവാസ ലോകത്തെ എല്ലാ വേദനകളും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ പ്രസൻസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദ്യം 2023. താങ്ക് യു. ഞാൻ ബിന്ദു തോമസ്. ആദ്യമേ തന്നെ ഇത്രയും മനോഹരമായ ഈ ഒരു സാംസ്കാരിക സന്ധ്യ നമുക്കായി ഒരുക്കിയ, ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് അൽ റഷീദ് ഇൻ്റർനാഷണൽ ട്രാവൽ കമ്പനി ആൻഡ് അൽ അൻസാരി എക്സ്ചേഞ്ച്, അവരെയും നന്ദിയോടെ ഓർക്കുന്നു. മലയാളികൾ എത്തിച്ചേരാത്ത ഏത് പ്രദേശമാണ്, ഏത് മേഖലയാണ് ഈ ലോകത്തിലുള്ളത്? മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ട്. ഇവിടെ കുവൈറ്റിലെ ആരോഗ്യ മേഖലയിലും മലയാളിയുടെ അതിപ്രസക്തമായ സാന്നിധ്യമുണ്ട്. കുവൈറ്റിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മയാണ് കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം അഥവാ KMF കുവൈറ്റ്. കുറേ നാളുകളായി നാം കാത്തിരുന്ന ആ ഒരു നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. KMF നിങ്ങൾക്കായി ഒരുക്കുന്ന മെഗാ സാംസ്കാരിക മേള ഇതാ നാം തുടങ്ങുകയായി. വിതൗട്ട് എനി ഡിലേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ മെഗാ കൾച്ചറൽ പ്രോഗ്രാം ഹൃദ്യം 2023. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡിയാണോ? ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡാൻസോടുകൂടി തുടങ്ങാം. വെൽക്കം ഡാൻസിനായി വേദിയിലേക്ക് വരുന്നു അബിഗെയിൽ P. ഗ്ലാഡ്സൺ, ഏഞ്ചലിൻ P. ഗ്ലാഡ്സൺ ആൻഡ് വൈഗ അരുൺ. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമിടയിലെ
പേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ രുചികൾ പടരും മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം Thank you, Abigail, Angeline, and Vaiga. That was an amazing performance. അടുത്തതായി മനോഹരമായ ഒരു ഗാനവുമായി വരുന്നു മാളവിക വിജേഷ്.
അതിമനോഹരമായി പാടി മാളവിക, താങ്ക് യു. ഇനി ഇവിടെ തീ പാറുന്ന പ്രോഗ്രാമുകളാണ് അരങ്ങേറാൻ പോകുന്നത്. KMFൻ്റെ വിവിധ യൂണിറ്റുകൾ അബ്ബാസിയ, സാൽമിയ, മംഗഫ്, അബു അലീഫ ഇവർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമുകളാണ് ഇനി സ്റ്റേജിൽ വരാൻ പോകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇവരെല്ലാം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യമേ തന്നെ സാൽമിയ യൂണിറ്റ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് DK ഡാൻസ് ഗ്രൂപ്പ് ആണ്. കുവൈറ്റിലെ ഒരു സദസ്സിൻ്റെ മുമ്പിലും DK ഡാൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. എല്ലാ സദസ്സുകളിലും നിറഞ്ഞാടുന്നവരാണ് DK ഡാൻസ് ഗ്രൂപ്പ്. നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ നമ്മളെ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും DK ഡാൻസ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമുക്ക് ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യാം DK ഡാൻസ് ഗ്രൂപ്പ്. കാലിടറാത്ത കലാപ്രതിഭകൾ, അരങ്ങിൽ ചുവടുകൾ തൻ ചടുലത തീർക്കുന്ന കലാകാരന്മാർ, മത്സരവേദികളിലെ അസുരതാണ്ഡവം ഉതിർക്കുന്ന പോരാളികൾ, വേദിയിൽ മിന്നൽ പിണരുകളെ സൃഷ്ടിക്കാൻ കൽപ്പുള്ള അണിയറയിലെ എണ്ണം പറഞ്ഞ അമരക്കാരാൽ നയിക്കപ്പെടുന്ന നൃത്തവിദ്യാലയം DK ഡാൻസ് വേൾഡ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, DK കുവൈറ്റിലെ ഫിഫ്കയുടെ അംഗീകാരമുള്ള ഏക സ്ഥാപനം. പലവട്ടം കുവൈറ്റ് നാഷണൽ കോമ്പറ്റീഷൻ ജേതാക്കളായ ഏക സ്ഥാപനം DK. കുവൈറ്റിന്റെ നൃത്തവേദികളിൽ അസ്തമയമില്ലാത്ത സൂര്യനായി DK കഴിഞ്ഞ 17 വർഷമായി കത്തിജ്വലിച്ചു നിൽക്കുന്നു. നൃത്തവീഥികളിലെ പൊൻവെളിച്ചമായി, അണയാത്ത ദീപമായി DK ഡാൻസ് വേൾഡ്. നമുക്ക് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം DK ഡാൻസ് വേൾഡ്. കാലവും കാലനും കണ്ണുപൊത്തി കളിക്കുന്ന ചോരക്കളത്തിലെ കാവലാളുകൾ, മരണം കൊണ്ട് വിജയപരാജയങ്ങൾ കുറിക്കപ്പെടുന്ന കളിക്കളത്തിലെ രണവീരർ. തിരിച്ചു വരുമെന്നുറപ്പില്ലാതെ വീടിൻ പടിയിറങ്ങുന്നവരാണവർ. വീട് കാക്കാൻ, നാട് കാക്കാൻ, പിറന്ന മണ്ണിൻ മാനം കാക്കാൻ മരണത്തെ വരണമാല്യമാക്കുന്നവർ. നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ, ഞങ്ങളിവിടെ ഉണർന്നിരിപ്പുണ്ട് എന്ന് നമ്മളോട് പറയാതെ പറയുന്നവർ. കണ്ണടയുന്ന നേരത്തും നാടിൻ കാവലാവാൻ കൊതിക്കുന്നവർ. അവരാണ് നമ്മുടെ സൈനികർ. അവരുടെ ആത്മത്യാഗങ്ങൾക്ക് മുൻപിൽ നമുക്ക് തലവണങ്ങാം, തല ഉയർത്തി നിൽക്കാം. DK ഡാൻസ് വേൾഡ് അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു മൺമറഞ്ഞുപോയ എല്ലാ ധീര ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ദ ബിഗ് സല്യൂട്ട്. किसका कॉल आ रहा है बब्बू? पापा जी का कॉल है. हेलो. हाँ जानवी, कैसी हो? जी हम बहुत अच्छे हैं, आप कैसे हैं? हम बहुत अच्छे हैं. हाँ जानवी, एक खुशखबरी है तुम्हारे लिए. सर ने हमारी छुट्टी मंजूर कर दी. अगले हफ्ते 15 दिनों के लिए हम घर आ रहे हैं. सच्ची आप आ रहे हैं? ये बात मैं माँ को जाके बताती हूँ. अरे बाबा आराम से बता देना माँ और बाबूजी को. अभी हम ड्यूटी पर हैं, शाम को फ्री होकर तुम्हें फ़ोन करेंगे. ऐ वतन वतन मेरे आबाद रहे तू, ऐ वतन मेरे वतन, ऐ वतन मेरे वतन. तू ही मेरी मंजिल
हेलो तलवारों पे सरवार दिए, अंगारों में जिस्म जलाया है, तब जाके कहीं हमने सर पे ये दिल की मशाले जोश से जला के जलती लपटों को हमने हाथों में है थाम लिया। है वो कर जाना के सारा जमाना फिर देगा मिसाला यारों सबको अपने नाम दिया। ओ मैं लड़ जाना है लहू में एक चिंगारी, जिद से जुनू तक है जाना, हर कतरा बोल रहा। छल्ला सिर ते बन के कफन जद तुरिया, तन के मौत नू वाचा मारे में थर थर कंबदे सारे। ओ छल्ला सिर ते बन के कफन जद तुरिया, तन के मौत नू वाचा मारे में थर थर कंबदे सारे। सर पर हाथ है अपना, तेरा जो भी है सपना अब जिम्मा है अपना, सपने सच करने की तेरी बारी। Congratulations, आपकी बेटी सिलेक्ट हो गई।
Give them a big round of applause. They deserve it. ഒരു പെരുമഴ പെയ്ത് തോർന്ന പോലെയുണ്ടല്ലേ? ചെറുതായിട്ടൊന്ന് കണ്ണുനീര് പൊടിയാതെ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും DK ഡാൻസ് ഗ്രൂപ്പിനും ഇത് അറേഞ്ച് ചെയ്ത സാൽമിയ യൂണിറ്റിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. അടുത്തതായി സ്റ്റേജിലേക്ക് വരുന്നു മംഗഫ് യൂണിറ്റ്. മംഗഫ് യൂണിറ്റിൻ്റെ 2 പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യമായി എ തീം ഡാൻസ് ബൈ മംഗഫ് യൂണിറ്റ്, കോൺസെപ്റ്റ് ആൻഡ് കോറിയോഗ്രാഫി ബൈ മിസ്സസ് പ്രശാന്തി ബിജോയ്. ഇതിൽ പങ്കെടുക്കുന്നവർ പ്രശാന്തി ബിജോയ്, റോയ് പ്രസീദ് കരുൺ, ജിഷ മധു, ഡീന ബേബി, നിഷ ജോബി, താര മനോജ്, ആൽഫിയ അനിൽ ആൻഡ് അനിൽ പി ജോസ്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. മംഗഫ് യൂണിറ്റ് ഓൺ സ്റ്റേജ്. നമ്മുടെ സ്പോൺസേഴ്സ് അൽ റഷീദ് ഇൻ്റർനാഷണൽ ട്രാവൽ കമ്പനി, അൽ അൻസാരി എക്സ്ചേഞ്ച്, യുണൈറ്റഡ് ലോജിസ്റ്റിക് കമ്പനി, ഓൺ കോസ്റ്റ്, ഫോണിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനി, മലബാർ ഗോൾഡ്, BEC, സീസേഴ്സ് ട്രാവൽ ഗ്രൂപ്പ്, അഞ്ജന ജ്വല്ലറി, ഗോസ്കോർ, ജേക്കബ് ഇൻ്റർനാഷണൽ, ഗൾഫ് അഡ്വാൻസ് ട്രേഡിംഗ്, ദാരൽ സഹ പോളിക്ലിനിക്. കറുത്ത നിഴലായി കൗശല കണ്ണുമായി സിരകളിൽ വിഷം പകരുവാൻ അവർ എത്തി. കുരുന്നു ചുണ്ടുകൾ പുകക്കറയിൽ കറുത്ത്, പ്രജ്ഞാമണ്ഡലങ്ങളിൽ പുക മാറാല കെട്ടി, ഇടറിയ കാലുകളാൽ ഭ്രാന്തിന്റെ ജൽപ്പനങ്ങൾ ഏറ്റുചൊല്ലി ഇന്നിന്റെ നാളെയുടെ സ്വപ്നങ്ങൾ അവർക്കൊപ്പം പടിയിറങ്ങി. മാറേണ്ടിയിരിക്കുന്നു. ഓരോ നാഴിക വിനാഴികകളും ഉണരേണ്ടിയിരിക്കുന്നു. ആത്മധൈര്യത്താൽ മൂർച്ചയേറിയ വാക്കുകൾക്കൊപ്പം ശിരസുയർത്തി പറയേണ്ടിയിരിക്കുന്നു. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുക
സഹിക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിന്നു നമ്മളെടുക്കണമിന്നെ പ്രതിജ്ഞ ലഹരികളരുതരുത്, പ്രതിജ്ഞ ലഹരികളരുതരുത്. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. നിറങ്ങളുടെ ലോകത്ത് പ്രതീക്ഷകൾ വളരുമ്പോൾ സ്നേഹമാകട്ടെ ലഹരി. താങ്ക് യു മംഗഫ് ടീം. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് നീറ്റ് പ്രോഗ്രാം. വളരെ ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണ് അവർ കൊണ്ടുവന്നത്. അതിനൊരു പ്രത്യേക കയ്യടി നിങ്ങൾ കൊടുക്കണം. Our chief guest, Mr. Nikhil Kumar, has come here. He is Second Secretary, Embassy of India, Kuwait. Thank you, sir, for spending your valuable time. All our dignitaries are present here. അടുത്തതായി സ്റ്റേജിലേക്ക് കടന്നു വരുന്നു അബ്ബാസിയ യൂണിറ്റ്.
അബ്ബാസിയ യൂണിറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഗോപിക വല്ലഭം, എ ഡാൻസ് പെർഫോമൻസ്. കോൺസെപ്റ്റ് ആൻഡ് കൊറിയോഗ്രാഫി ബൈ ദീപ ആൻഡ് ദീപ്തി. കുവൈറ്റിലെ നൃത്തവേദികളിൽ വളരെ സജീവമാണ് ഈ ഇരട്ട സഹോദരിമാർ. ദീപ അൽ സബ ഹോസ്പിറ്റലിലും ദീപ്തി അൽ റാസി ഹോസ്പിറ്റലിലും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇനി ഇവരുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം. ഗോപിക വല്ലഭം. ഉറ്റവരോടുള്ള നിസ്വാർത്ഥ സ്നേഹത്തിന് അടിമപ്പെട്ടവരാണ് നാം ഏവരും. ഈ സ്നേഹബന്ധങ്ങളാണ് പ്രവാസ ജീവിതത്തിൽ വിരഹം പോലും സുന്ദരമാക്കുന്നത്. ശ്രീകൃഷ്ണ ഗോപിക ബന്ധം ഈ നിസ്വാർത്ഥ പ്രണയത്തെ വരച്ചു കാട്ടുന്നു. ഓൺ സ്റ്റേജ് ദീപ പ്രവീൺ, ദീപ്തി പ്രശാന്ത്, ലിജി സാൻഡോ, ശ്രീരേഖ ഗോപൻ, രശ്മി കുര്യൻ, ദിവ്യ മോഹൻ. സോ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് വരവേൽക്കാം അബ്ബാസിയ യൂണിറ്റ് ഓൺ സ്റ്റേജ്. ആ ലൈറ്റ് ഒന്ന് ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെന്ന് അവരുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. श्याम हरे चलिए कुंजन मो तुम हम मिल श्याम हरे हरे चलिए कुंजन मो तुम हम मिल श्याम हरे हरे चलिए कुंजन सुंदर देखो जमुना रे बड़ी सुंदर देखो जमुना रे बड़ी सुंदर अति नीर भरी चलिए कुंजन देखो जमुना रे बड़ी सुंदर अति नीर भरी चलिए कुंजन तुम हम मिल श्याम हरे हरे चलिए कुंजन
യൂണിറ്റുകൾ മെമ്പേഴ്സ് അവതരിപ്പിച്ച കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാം നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. We are going to start our official meeting now. First, we call upon stage Mrs. Geeta Sudarshan, President of KMF. The energetic, versatile personality, ma'am, we welcome you upon the dais. We are starting our official function. First, we call upon stage Mrs. Geeta Sudarshan, President of KMF. Give her a big round of applause. The energetic, versatile personality. Next, we will welcome our special guest, Indian Embassy representative, Mr. Nikhil Kumar. Sir, please, we welcome Mr. Nikhil Kumar onto the dais. Thank you, sir, for being with us for this occasion. Next, I would like to welcome onto the dais our special guest, Dr. Mubarak Sani, Head of the Department, Community Medicine, Medical College, Perindalmanna. He is well known for his community medical services, especially during COVID-19 management. As we all know, we were expecting Dr. Anup Kumar as our special guest, the Best Doctor Award of Kerala government as our special guest. But unfortunately, on the context of Nipah reporting in Kerala, he is stuck there with his special duty. Now we have our special guest, Dr. Mubarak Sani. Next, we welcome Dr. Sajana, Vice President of Indian Doctors Forum, onto the dais. Next, we would like to welcome Dr. Amir Ahmed, former President of IDF, onto the dais. Now, I would like to welcome onto the dais Dr. Qadir M. Shahjahan, Consultant Pharmacist, MOH, Kuwait. Next, we welcome Mr. Rajesh C., General Secretary of Kala, Kuwait. As we all know, Kala is one of the largest associations in Kuwait. Now, I would like to welcome onto the dais Mr. Binsil Varghese, General Secretary of KMF. The non-stop running person, please come to the stage. I would like to welcome Linda Saji, Treasurer of KMF, onto the dais.
Lastly, I would like to welcome Mr. George John, Program General Convener, onto the dais. A very good organizer, a very good coordinator. We are going to start our official function with national anthems of both Kuwait and India. So please, I humbly request all of you to stand up for national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्रविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाए तव जय गाथा जनगण मंगल नायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 Thank you. I welcome Mr. Binsil Varghese for the welcome speech, General Secretary of KMF. Good evening to all. Most beloved President Srimati Gida Association, our chief guest, respected Mr. Nigel Kumarji, our special guest Dr. Mubarak Sani, Dr. Sanjana, Dr. Amir, Kalayude Secretary C. Rajesh, Dr. Kader, esteemed guests, ഈ സാംസ്കാരിക മേളയുടെ ജനറൽ കൺവീനർ ശ്രീ ജോർജ് ജോൺ ജോസ്, സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ, ഈ സംഘടനയ്ക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന ഉപദേശക സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട KMF അംഗങ്ങളെ, ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് പ്രൗഢഗംഭീരമാക്കി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. Good evening and warm welcome to Hridyam 2023. It is with pride that I stand before you today in a grand celebration of our culture, talent and unity brought to you by the Keralite Medical Forum. കുവൈറ്റിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഒഴികെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയാണല്ലോ കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം കുവൈറ്റ്. കോവിഡിൻ്റെ പാരമ്യത്തിൽ രോഗികളെ സഹായിക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്ക് പരസ്പരം സംവേദിക്കുന്നതിനും വേണ്ടി ഉണ്ടാവപ്പെട്ടതായ ഒരു കൂട്ടായ്മയെ 2021 ഒക്ടോബർ 1-ാം തീയതി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനാൽ ഔപചാരികമായി കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നാളിതുവരെ സംഘടന കുവൈറ്റിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഹെൽത്ത് ക്യാമ്പുകളും ആശുപത്രികളിൽ അഡ്മിറ്റ് ആകുന്ന ഇന്ത്യക്കാരായ രോഗികൾക്ക് ആവുന്ന വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ തന്നെ KMF കഴിഞ്ഞ 2 വർഷ കാലയളവിൽ സ്പർശം 2022 എന്ന പേരിൽ നടത്തിയ നേഴ്സസ് ഡേ സെലിബ്രേഷൻ, ഓണാഘോഷ പരിപാടിയായ പൊന്നോണം, 200-ൽ പരം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എന്നിവ വളരെ വിജയകരമായി അതിനെ നടത്തുവാൻ സാധിച്ചു. ഇതിനോടകം KMF കുവൈറ്റിൽ 4 യൂണിറ്റുകളിലായി 2000-ൽ-അധികം അംഗങ്ങളോട് കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. KMF പ്രവർത്തനത്തിൻ്റെ 2ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ ആരാധ്യയായ അധ്യക്ഷയും ലോക കേരള സഭാംഗവുമായ ശ്രീമതി ഗീതാ സുദർശനെ സസന്തോഷം ഈ വേദിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു.
with immense pleasure and honor that we extend our gratitude to our chief guest, respected Mr. Nigel Kumarji, Second Secretary of Indian Embassy, Kuwait. Thank you so much for accepting our invitation to the grace this occasion as the chief guest and inaugurate our much-awaited mega cultural event, Hridyam 2023. On behalf of all KMF members, I welcome Mr. Nigel Kumarji to Hridyam 2023. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വിഭാഗം മേധാവി ഡോക്ടർ മുബാറക് സാനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് വിശിഷ്ട അതിഥിയായി ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആരോഗ്യരംഗം ജാഗ്രത പാലിക്കുന്ന പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വിശിഷ്ട അതിഥിയെ ഡോക്ടർ മുബാറക് സാനിയെ അത്യധികം സ്നേഹത്തോടെ വിനയത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I humbly pay our thanks to IDF for supporting us. Dr. Sajna is attending our function on behalf of IDS, and with grateful heart, I welcome Dr. Sajna to this occasion. I am very proud to extend our hearty welcome to Dr. Amir Ahmed, former president of IDF, who is always with us in our journey. Dr. Amir, with all our respect and love, we welcome you to Hridyam 2023. I am very happy to introduce you Dr. Faisal Shahjahan, consultant pharmacist, Ministry of Health. With a great respect and welcome to Dr. Shahjahan to the occasion, I welcome you. സംഘടനയുടെ ട്രഷറർ ശ്രീമതി ലിൻഡ സജി, വളരെ സ്നേഹത്തോടെ ശ്രീമതി ലിൻഡ സജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. കലയുടെ ജനറൽ സെക്രട്ടറി സി രജീഷ് അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹൃദ്യം 2023 ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ ജോർജ് ജോസിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സംഘടനയുടെ ആദ്യകാലം മുതൽ ഇന്നോളം ഈ സംഘടനയിൽ നിർലോഭമായി സേവനം ചെയ്തു വരുന്ന KMFൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി, ഹൃദ്യം പ്രോഗ്രാമിൻ്റെ കമ്മിറ്റികൾ, നമുക്ക് എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന ഉപദേശക സമിതി അംഗങ്ങൾ, കൂടാതെ എല്ലാ KMF അംഗങ്ങളെയും ഈ പരിപാടിയുടെ നടത്തിപ്പിനായി വലുതും ചെറുതുമായ സഹായങ്ങൾ നൽകിയ സ്പോൺസേഴ്സ്, ഈ ചടങ്ങ് പ്രൗഢഗംഭീരമാക്കി തീർക്കുവാൻ നാട്ടിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന കലാകാരന്മാരായ അൻവർ സാദത്ത്, ചിത്ര അരുൺ, റഫീഖ് സലീജ്, കുവൈറ്റിലുള്ള മറ്റ് കലാകാരന്മാർ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ക്രൂസ്, സൗണ്ട് അറേഞ്ച് ചെയ്തിരുന്ന മ്യൂസിക് ബീറ്റ്സ്, കുവൈറ്റിലുള്ള ഇതര സംഘടനാ പ്രവർത്തകർ, KMF അംഗങ്ങൾ, മറ്റ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹങ്ങളോടെ ഒരിക്കൽ കൂടി ഹൃദ്യം 2023 വേദിയിലേക്ക് സദസ്സിലേക്കും ഏറെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ എൻ്റെ വ്യക്തിപരമായ പേരിലും KMFൻ്റെ സംഘടന പേരിലും ഹൃദ്യംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Once again, I welcome all of you on behalf of Keralite Medical Forum to the mega cultural event Hridyam 2023. നന്ദി. Thank you, Mr. Binsil. Next, I welcome Mrs. Geeta Sudarshan, President of KMF, for the presidential address. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹൃദ്യം 2023 ചീഫ് ഗസ്റ്റും ഉദ്ഘാടകനുമായ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി മിസ്റ്റർ നിഖിൽ കുമാർ, വിശിഷ്ട അതിഥി ഡോക്ടർ മുബാറക് സാനി, KMF സെക്രട്ടറി ശ്രീ ബിൻസിൽ വർഗീസ്, IDF വൈസ് പ്രസിഡന്റ് ഡോക്ടർ സഞ്ജന, IDFൻ്റെ പ്രതിനിധി ഡോക്ടർ അമീർ അഹമ്മദ്, കലയുടെ ആദരണീയനായ സെക്രട്ടറി ശ്രീ രജീഷ്, കൺസൾട്ടൻറ്റ് ഫാർമസിസ്റ്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, കുവൈറ്റ് മിസ്റ്റർ ഷാജഹാൻ, ഹൃദ്യം 2022 ജനറൽ കൺവീനർ മിസ്റ്റർ ജോർജ് KMF ട്രഷറർ ശ്രീമതി ലിൻഡ സജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്,
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നേതൃത്വങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ഹൃദ്യം 2023 ഹൃദ്യമാക്കാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, നമ്മുടെ ഈ ദിനത്തെ സംഗീതസാന്ദ്രമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീ അൻവർ സാദിത്ത്, ശ്രീമതി ചിത്ര അരുൺ ആൻഡ് സംഘം, മാധ്യമ സുഹൃത്തുക്കൾ, KMFൻ്റെ നേതൃത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട KMFൻ്റെ പ്രവർത്തകർ, സാന്നിധ്യം കൊണ്ട് ഹൃദ്യം 2023 ധന്യമാക്കാൻ കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ. ഡോക്ടർ അനൂപ് കുമാർ AS ആണ് നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുവാൻ മുന്നമേ തീരുമാനിച്ചിരുന്നത്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാൻ സാധിക്കാതെ വരികയും ആ സാഹചര്യത്തിൽ ഡോക്ടർ മുബാറക് സാനിയെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ഡോക്ടർ മുബാറക് സാനിക്ക് KMFൻ്റെ സ്നേഹമറിയിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു ആഗോള അടിയന്തരാവസ്ഥയുടെ കടുപ്പമേറിയ 2 വർഷങ്ങളാണ് കടന്നുപോയത്. ലോകം മരവിച്ചു പോയ നാളുകൾ, ഏറെ വെല്ലുവിളികൾ നേരിട്ട നാളുകൾ. ആ നാളുകളിലും ഏറെ ശോഭയോടെ തിളങ്ങി നിന്ന സമർപ്പിത സേവനം കൊണ്ട് മാതൃകയായി ജാതി, മത, രാഷ്ട്രീയ, പ്രാദേശിക ചിന്തകൾക്കതീതമായി ഒരു കൂട്ടം വ്യത്യസ്ത മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെ ചിന്താധാരയാണ് കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം കുവൈറ്റ്. 2021 ഒക്ടോബർ 1 രൂപം കണ്ട ഈ സംഘടന ഇന്ന് 2ാം പ്രവർത്തന വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കുവൈറ്റിലെ ബഹുഭൂരിപക്ഷം വരുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളെ ഒരുമിച്ച് കൊണ്ടുവരുവാനും തങ്ങളുടെ പ്രശ്നങ്ങളെ പരസ്പരം ചർച്ച ചെയ്യുവാനും സജീവമായി ഇടപെടൽ നടത്തുവാനും സാധിച്ചിട്ടുണ്ട്. മഹത്തായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവകൾ വറ്റിയിട്ടില്ല എന്ന മനോഹരമായ ഒരാശയമായി ഹൃദയം 2003 ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇന്നിവിടെ സാധ്യമാകുകയാണ്. ഈ മെഗാമേള KMFൻ്റെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളോടെ ആരംഭിച്ച് കൂടാതെ പ്രമുഖ കലാകാരന്മാരായ ശ്രീ അൻവർ സാദിത്ത്, ശ്രീമതി ചിത്ര അരുൺ സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ പരിപാടി വിജയമാക്കി തീർക്കാൻ പ്രയത്നിച്ച വിവിധ കമ്മിറ്റികൾ, KMFൻ്റെ സഹപ്രവർത്തകർ, മറ്റു സംഘടനാ പ്രതിനിധികൾ, വ്യക്തിബന്ധങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, അതിലുപരി ഞങ്ങളെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഇവിടെ വരെ എത്തിക്കാൻ പ്രയത്നിച്ച, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി തളർന്നുപോയ സാഹചര്യങ്ങളിൽ കരുത്തേകി മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വൈസറി ബോർഡിനോടുമുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിലും ഈ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. Thank you, Mrs. Geeta. Now, it's my immense pleasure to invite Mr. Nikhil Kumar, Second Secretary, Embassy of Kuwait, for the inaugural address. A very good evening to the esteemed guests sitting on the dais and to everyone who's present here. And warm greetings from Embassy of India, Kuwait, to each one of you who is present here for the celebration of Hridayam, which is organized by the Keralite Medical Forum. Let me start by thanking all of you first of all for being one of the largest medical fraternity in Kuwait and contributing to the ever-growing and everlasting relationship between India and Kuwait. Thank you everyone. Wherever I go as a representative of India, whenever we have a conversation with our Kuwaiti friends, dignitaries, they all say one thing, that India and Indian medical fraternity is the backbone of the Kuwaiti medical system. And we all should be proud of it. So I came personally on behalf of His Excellency the Ambassador to thank all of you for contributing to the medical system of Kuwait. And
And as all of you know that we recently celebrated the festival of Onam. And we all know that how in Kuwait we celebrated for 3-4 months to come. So my all warm wishes and greetings on the auspicious occasion of Onam. And thank you all. And I will not take much of your time. So thank you very much and all the best. And all the best to the organizers. Please, sir, we request you to light the lamp and officially inaugurate our function. Thank you, Mr. Nikhil Kumar and all the dignitaries. With great pleasure and love, we welcome Dr. Mubarak Sani, our special guest, Head of the Department Community Medicine, Medical College Perindalmana, to address the audience. ഡോക്ടർ മുബാറക് സാനി അവർകൾ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. Respected Nikhil Kumar, the Second Secretary of the Embassy, Kuwait, and the President of keralite, this Kuwait Keralite's Medical Forum, Kuwait, Secretary of the Kerala Medical Forum, Kuwait, Mr. Binsil Verghese, and the President, Mrs. Geeta Sudarshanan, and the dignitaries on the dais, other special guests present here. Really, today you are celebrating this day because your kids, children, and those working in the hospital performed their cultural activities. Even the name itself, Hridyam, gives us a message. All the cultural activities, the talents performed here. I was sitting there just observing how they are performing this thing. I would like to say it is excellent, amazing. First, at the onset, I would like to congratulate all our friends, students, and colleagues who performed such a way that it impressed all of us. And even they incorporated some messages in it. Not only it is artistically very beautiful, but they incorporated very important social messages in it.
And actually, this is very important because you are the persons, the front warriors. Whenever we are working in the hospital, whenever we are working in a institution like this, we are always having we are facing the challenge. Like our president rightfully mentioned that we have just overcome the very dangerous and the dark days. We are afraid of that days when before 2 or 3 years before, in 2019, when the COVID comes to the news, nobody knows what to do. And actually, when it started in the November, December, everybody was afraid of. For me, actually, I was a medical teacher. We are teaching for graduates and MD students. But even us, we are not know anything about this COVID. Even doesn't know what is the agent, how it spread, how it can affect us, and how many of will be, how we can keep us safe. Nobody knows. Anywhere in the world, nobody knows. But still, one thing we know, because once the patients, anybody who have some problems, some health issues, they will come to us. They will come to the hospital. We will be there to receive them, to do whatever possible to care them. We will try to comfort them because they are coming with pain, agony, sufferings. So our role to receive them with smiling faces. And we don't know what sort of patients are coming to the hospital, what will be the danger involved. Of course, there will be danger. That we know. Many persons working in the hospital sacrificed their life in front of it. According to WHO, the estimate shows that it comes between 80,000 to 1,80,000 persons. If you consider the global number, some estimate, anyway, will be near more than 1 lakh persons sacrificed their life only in the time of COVID. And you may remember Sister Lini, who was working in a hospital in Kerala. Actually, you may remember the smiling face and the last words handwritten by her to her husband. She also sacrificed her life while caring COVID patients. Now also, actually we expect Dr. Anoop today here, but in Calicut again we are facing another challenge by Nipah virus. So what is the situation? Whenever we are working in a hospital, always we know our duties, our activities having additional risk. And again, one more thing, each patient have their own story, their own agony, pain, and everything. Once you are caring them, they will tell the story. You may feel sympathy and empathy with the patient. So when you are hearing the stories and when you are trying to comfort them, definitely it can affect you. It will take your resources, your emotional resources. Definitely the strain, stress, everything, tension increases. So we know whenever the tension, stress, and everything is increasing, your hormone level, your cortisol level may be much, much higher. It can affect your health. And along with that, working in the hospital, you have to run because the time constraints. Whatever you plan, it is a planned, programmed activity, but still you may expect anything happen at any time.
So you are showing, you are running behind all these activities. Definitely what will happen? Again, it will add on to your stress. So usually anywhere in the world, the health workers, all of them working in the hospital is under much stress. So I would like to congratulate the Kerala Medical Forum, this Kuwait, giving these sort of opportunities. Once you are tense, once you are stressed, the only way you have to escape out of you to calm down, to reduce your hormonal level, to come to the refresh, recharge yourself, only thing what we can do is to enjoy. So this is the opportunity. So like this, it is one of the important area where we have to work on. We have to develop such a system which can help all the health workers, which will help them to reduce their stress. With permission from our honorable guest, I would like to say a few words in our mother tongue, Malayalam. Sorry, sir. പ്രിയപ്പെട്ടവരെ, ഈ കുവൈത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ അവരൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നെനിക്കറിയാം. ഞാനും ആരോഗ്യ പ്രവർത്തകനായിട്ട് തൊട്ടടുത്ത സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് ഞാൻ അവിടെയായിരുന്നു. അവിടെ നമുക്കറിയാം കോവിഡിൻ്റെ അതുപോലെയുള്ള ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ജനങ്ങൾ, കാരണം എല്ലാവരും അവർ ജനിച്ചു വളർന്നിട്ടുള്ള, അവർക്ക് ഏറ്റവും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ സുഖകരമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് അവർ ജനിച്ചു വളർന്ന പ്രദേശം തന്നെയാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ജനിച്ച പ്രദേശം വിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും തൻ്റെ കുടുംബത്തിൻ്റെ, തൻ്റെ മറ്റാളുകളുടെ സഹായം ലഭ്യമല്ലാത്ത, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് പെട്ടെന്ന് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ആകാംക്ഷയും അതുണ്ടാക്കുന്ന പരിഭ്രാന്തിയും അതുണ്ടാക്കുന്ന ദുഃഖവും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രധാനം, തനിക്ക് കരുത്തോടുകൂടി ശക്തിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ തനിക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിലൊരു ഭംഗം വരുമ്പോൾ, അവരുടെ ആരോഗ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോൾ അവർക്ക് ആദിയായി ആകാംക്ഷയായി മാറും. അവർ ആശുപത്രിയിലേക്ക് ഒരു സഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പലപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു സഹായം നൽകുന്നതിന് വേണ്ടി ഒരു നോട്ടത്തിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു സ്പർശനത്തിലൂടെ, അവർക്ക് നൽകുന്ന ഒരു ഉപദേശത്തിലൂടെ ഒക്കെ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സഹായമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ആരോഗ്യ പ്രവർത്തകർ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ തന്നെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പല ആശുപത്രികൾക്കകത്ത് നിശബ്ദരായി, ആരാലും അറിയപ്പെടാതെ അങ്ങനെ കഴിയുന്ന ആളുകളെ ഒന്നിച്ചു ചേർക്കാൻ, അവരെ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറയാനും അത് പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി, കാരണം ആരോഗ്യ പ്രവർത്തകരും ഇന്ന് ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയും ആരോഗ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവർ അനുഭവിക്കുന്ന ഒട്ടേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നാം ഒന്നിച്ചു നിൽക്കുക, തങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. 2 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ കേരള മെഡിക്കൽ ഫോറം തീർച്ചയായിട്ടും അതിന് ആവശ്യമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. അതിൻ്റെ പ്രവർത്തകരെ അനുമോദിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡാണ് വന്നതെങ്കിൽ ആ കോവിഡിനേക്കാൾ ഭീകരമായിട്ടുള്ള, ഇപ്പോൾ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പകർച്ചയാണ് അതിന് ഏറ്റവും പ്രധാനമെങ്കിൽ നിപ്പ പോലെയുള്ള അസുഖത്തിന് അതിൻ്റെ മരണനിരക്ക്
എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. 60%, 70% ഒക്കെ മരണനിരക്കുണ്ടാവും എന്ന് പറയുമ്പോൾ ആഗോളമായി കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അത് 1.5% താഴെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. 1.5% മരണനിരക്കുള്ള ഒരു ചെറിയ വൈറസാണ് നമ്മുടെ ആകെ തന്നെ ഭീതിയിലേക്ക് മാറ്റിയതെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള രോഗാണുക്കളൊക്കെ തന്നെ വരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത്ര സാഹചര്യം ഉണ്ടാകുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലക്ക് അത് വെല്ലുവിളിയോടുകൂടി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷെ ആ വെല്ലുവിളിയോട് ഏറ്റെടുക്കുമ്പോൾ നമ്മെ തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ ചുറ്റിനും ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും നമുക്ക് ആത്മവിശ്വാസം നൽകുക. അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നമ്മുടെ മുമ്പിൽ ഭേദങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന രോഗി അവൻ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അവൻ ഏത് തരത്തിലുള്ള മതവിശ്വാസമുള്ള ആളുകളാണെങ്കിലും ഏത് വേഷവിധാനമുള്ള ആളുകളാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ മനുഷ്യൻ എന്നുള്ള നിലക്കാണ് നമ്മൾ അവരെ പരിഗണിക്കുന്നത്. നമുക്കും തന്നെ അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ വെച്ചാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്ത് കാണുന്ന ഒരു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെടുത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഭാഷയോ നമ്മുടെ ജാതിയോ മതമോ നമ്മുടെ എന്തെങ്കിലും തരമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിഗണിക്കപ്പെടും എന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല. പരിഗണിക്കപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വഴിപ്പെടാതെ എല്ലാവരെയും എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ മഹത്വം അതിൻ്റെ ദൈവീക മൂല്യം ഒക്കെ വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് മനസ്സിലാക്കിയ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളും. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ഇടയിലേക്കൊക്കെ കടന്നു വരുന്ന ചർച്ചകൾ പുതിയ കാലഘട്ടത്തിലേക്ക് വ്യത്യാസങ്ങളെക്കുറിച്ച് ഭേദങ്ങളെക്കുറിച്ച് വിഭജനത്തെക്കുറിച്ചൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടേറെ സന്ദേശങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ തന്നെ അവിടെയും സാമൂഹ്യപരമായിട്ട് അതിനെയൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ഹീലിംഗ് ടച്ച് കൊടുക്കാൻ തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടായ്മ ഈ തരത്തിലൊരു മാതൃക സൃഷ്ടിക്കുമ്പോൾ അവിടെ എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന കൂട്ടിച്ചേർത്ത് വെക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളെ തൻ്റെ പ്രശ്നമായി തിരിച്ചറിയുന്ന എല്ലാവരുടെയും വേദനകളെ തൻ്റെ വേദനകളായി തിരിച്ചറിയുന്ന എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹായിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രസ്ഥാനം ഈ കേരളൈറ്റ് മെഡിക്കൽ ഫോറം കുവൈത്ത് നടത്തുന്ന പ്രവർത്തനത്തിന് അതിൻ്റെ മാറ്റ് വളരെ വളരെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അത്തരം പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ മഹത്തായ പ്രവർത്തനം അത് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ മറ്റൊരു മാതൃക കാണിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു 200-ലധികം ആളുകൾ രക്തദാനം നൽകുമ്പോൾ അതേപോലെ തന്നെ ഒട്ടേറെ രക്തപരിശോധനകൾ നടത്തുന്ന രക്തഗ്രൂപ്പ് നിർണയം നടത്തുന്ന ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്ന ഷുഗർ പരിശോധിക്കുന്ന ഒട്ടേറെ മെഡിക്കൽ ക്യാമ്പുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പ്രവാസികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സേവനം വളരെ മഹത്തായി പരിഗണിക്കപ്പെടും. അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ അഭിനന്ദനം അറിയിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ നിന്ന് നിങ്ങളെ നോക്കിക്കാണുമ്പോൾ പ്രവാസികളായിട്ട് വന്നു ചേർന്നിട്ടുള്ള ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഈ തരത്തിൽ സഹായിക്കുന്ന മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നാം തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ മഹത്തായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തകരെ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ അനുമോദിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ കലാസാംസ്കാരിക ഈ പേര് തന്നെ മെഗാ കലാസാംസ്കാരിക പരിപാടി എന്ന് പറയുമ്പോൾ കലാസാംസ്കാരിക പ്രവർത്തനം കേവലമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ സാമൂഹ്യ ബോധത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഒട്ടേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ കലാപ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അവരൊക്കെ തന്നെ ആ കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും അവരൊക്കെ തന്നെ എത്രയോ ദിവസങ്ങളായി അവരുടെ പ്രയത്നത്തിലൂടെ പ്രാക്ടീസിലൂടെ അവർ നേടിയിട്ടുള്ള കലയുടെ ആ ഉന്നതമായിട്ടുള്ള നിലവാരം നമുക്ക് തിരിച്ചറിയുമ്പോൾ
അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മെല്ലാവരും കൂടി അത് ആസ്വദിക്കുമ്പോൾ നാം എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ വലിയ ഒരു സംഭവമായിട്ട് മാറുകയാണ്. നമുക്കൊക്കെ തന്നെ ഇത് വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മക്കളും നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഈ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിജയാശംസകൾ. ഇവിടെ അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും സുന്ദരന്മാരും സുന്ദരികൾക്കും എല്ലാവിധ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും മഹത്തായി വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനായ നിഖിൽ കുമാർ അവർക്ക് ഔദ്യോഗികമായി ഇവിടുന്ന് വിട പറയേണ്ടതുകൊണ്ട് ഹൃദയം 2023 സുവനീർ പ്രകാശനമാണ്. അത് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ നിഖിൽ കുമാർ അവർകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ മുബാറക്ക് അവർകളെയും അത് കൈമാറുന്നതിന് വേണ്ടി സുവനീർ കൺവീനർ മിസ്റ്റർ ജോബി ബേബിയെയും ഈ വേദിയിലേക്ക് സകൃതിയും സ്വാഗതം ചെയ്യുന്നു. Next we have our souvenir release. We request Mr. Nikhil Kumar to hand over the souvenir to our special guest Dr. Mubarak Sani. Please put your hands together. Thank you, Mr. Nikhil Kumar. Thank you, Dr. Mubarak Sani. Our chief guest, Mr. Nikhil Kumar, is leaving now. Thank you, sir, for all your cooperation, presence. Thank you very much. Next, I would like to welcome Dr. Khadir M. Shahjahan, Consultant Pharmacist MOH, for the felicitation speech. Good evening to our honorable guest. Good evening to our honorable guest, chairpersons and members. I am glad to participate in our special occasion and happy to represent pharma professionals. In the past, before 1992, Indian pharmacy degree holders were not considered as pharmacists. They were working as pharmacy technicians for low salary. The Ministry of Higher Education and Ministry of Health approved or recognized Indian pharmacy degree holders as pharmacists in 1992 after inversion. As a result, nearly 30 candidates were recruited in 1993 and 1995. Afterwards, no direct recruitment at all till 2023. Time to time, one or two candidates were selected locally with strong recommendations. We would like to bring this point to our Honorable Ambassador for his kind notification, but he already left. We are requesting to create job opportunities to our young generations. 90% of our pharma professionals are in pharmacy practice, and the remaining 10% are in production, quality control, and marketing department. We don't have much opportunities in academic and research development because we don't have a number of institutions and manufacturing units like India. Globally, the role of pharmacists changed, including Kuwait. Till 2018, every pharmacy of primary healthcare centers used to prepare minimum 350 liters of internal and external preparations.
Just imagine the number of primary health care in Farwania health region itself. The MOH almost stopped or reduced the local pharmacy preparations because number of manufacturing companies emerged in GCC countries. Therefore, the pharmaceutical formulations available in low cost and affordable price. Nowadays, we are focusing on drug-drug interaction, Lassa errors, pharmacokinetics, pharmacodynamics, patient counseling, and safe disposal of biohazards and chemical hazards according to Canadian accreditation standards. We never ever forget the support of Kuwait government during COVID pandemic situation by appreciating our dedicated medical professionals by special allowances. We are thankful and honest to our current Kuwait King, His Highness Nawaf Al Ahmad Al Jaber Al Sabah, for providing free ration products nearly 5 months continuously to all Ministry of Health and Ministry of Defense staff members. My humble request to all our colleagues is upgrading the professional knowledge is so important to survive in the profession, to be competitive in the professional field. As a result, we can provide better public service, can improve our social status, get considerable foreign exchange, obviously can improve the economy of our country. Jai Hind. Once again, thanking you for giving an opportunity. Thank you so much. Thank you, Dr. Khadir. Next, I would like to welcome Dr. Sajna Mohammed, Vice President, Indian Doctors Forum, for a felicitation speech. Good evening, everyone. Respected dignitaries on the dais, I'm very privileged and honored to be a part of this wonderful evening today. And I really appreciate and I'm really proud to see that Kerala, our state, is the leading one in Kuwait, having the maximum number of associations. And as on behalf of IDF, I would like to say that we doctors cannot function alone without the support of nurses and other allied specialties, and we all belong to one big community. So it's really an honor to see Keralite Medical Forum functioning so beautifully and holding a very big cultural extravaganza involving more than 1,500 members. Thank you for inviting me, and I wish the whole forum a grand success. And these kind of cultural programs are what unite our community and foster the bonding, and even being far away from our motherland, we try to preserve our heritage and culture by holding such programs and especially showcasing our culture to the Kuwait and the new generations and upholding our values in Kuwait as well. So wishing you all the best and really happy to be a part of this evening. Thank you so much. Thank you, ma'am. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം മുൻകാല പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ അമീർ അഹമ്മദ് അവർകളെ ഈ വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. Respected President of Keralite's Medical Forum, Mrs. Geeta, my dear friend Mr. Binsel, our special guest Dr. Mubarak, my colleague Dr. Sajna, Kala Secretary Rajesh, Dr. Shahjahan, other dignitaries, Mr. George, the Treasurer, Mr. Rajesh, Naganathan, Saji Thomas, ladies and gentlemen, Salaam Alaikum, Namaskar, good evening.
Let me at the onset wish all of you Onam, because we are still celebrating Onam, and as mentioned, the celebration will go on till December. Keralite's Medical Forum is no stranger to me personally. I have addressed this forum on previous occasion also. In fact, I think I was there for the very first function. I'm so happy to note that within this short period of 2 years, the way this forum has grown, it's not in small number that they have grown. When they started, they were very small, few hundreds. Today, they are in thousands. MashaAllah, and the work that they are doing, the community service that they are rendering in the field of health is highly commendable. You know, as my colleague Dr. Sajna said, we doctors are nothing. We cannot function without the nurses. The nurses are our eyes, they are our ears, they are our hands, they are our legs. We are there with the patient for probably few minutes, but the nurses are with the patients throughout the day. And they give us the correct report by which we are able to function. In fact, the other paramedics and the nurses during this COVID period, without their help, the Indian community, which happens to be the largest expat community over here in Kuwait, we would have been in very, very bad psychological stress. You know, during that period, families, the embassy officials wanted to know what has happened to this patient, what has happened to that patient. And the reports and the responses could be conveyed to the family back in India mainly through these channels. So you people are the unsung heroes. Kudos to you all. You all have done a fantastic work. I saw the dance performance, the cultural program. I wish the forum, the Keralite's Medical Forum, the very best. I know with the strong support of Kala, you all will make more and more leaps ahead. Wishing you all the very best. Thank you. താങ്ക് യു സർ. അടുത്തതായി കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ കരുത്തുറ്റ സംഘടനയായ കലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രജീഷ് അവർകളെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ഗീതാ സുദർശൻ, our honorable guest in the diets, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുവൈറ്റിലെ ഡോക്ടർമാർ ഒഴികെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഒരു പൊതുസംഘടന എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികമായി കുവൈറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് KMF. കുവൈറ്റിലെ ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയ്ക്ക് കലാ കുവൈറ്റും ഓരോ ദിവസവും ദൈനംദിനമായ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ആളുകളുടെ പ്രശ്നങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന വിഷയം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ആരുമില്ലാതെ ഒന്ന് നോക്കുവാൻ പോലും, അവരെ ഒന്ന് സഹായിക്കുവാൻ പോലും ആരുമില്ലാതെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ചികിത്സ തേടി ഹോസ്പിറ്റലുകളിൽ എത്തുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കലയുടെ മുമ്പിൽ എത്താറുണ്ട്. ആ അവസരത്തിലൊക്കെ തന്നെ KMFൻ്റെ പ്രവർത്തകർ അവരോട് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ കൃത്യമായ രീതിയിൽ ഇത്തരം ആളുകളെ പരിചരിക്കുവാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും വളരെ നല്ല രീതിയിലുള്ള ഒരു സഹായം കഴിഞ്ഞ 2 വർഷക്കാലമായി അവർ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കുവൈറ്റിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, ആ മെഡിക്കൽ ക്യാമ്പുകളിൽ ഒരു ലാഭേച്ഛയുമില്ലാതെ, മിക്കവാറും ഈ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടക്കുന്നത് വെള്ളിയാഴ്ചകളിലാണ്. ആ വെള്ളിയാഴ്ചകളിലാണ് ഈ KMFൻ്റെ പ്രവർത്തകർക്ക് ഒരു ഒഴിവു ദിവസം കിട്ടുന്നത്. ആ ഒഴിവു ദിവസത്തിലും അവർ ഈ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി ഒരു ലാഭേച്ഛയും കൂടാതെ കലയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാറുണ്ട്. ആ രീതിയിൽ
തികച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സംഘടന എന്ന നിലയ്ക്ക് ഈ KMFൻ്റെ വളർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈറ്റിന് വേണ്ടി നേരുന്നു. ഈ പരിപാടി ഹൃദ്യം 2023 എന്ന പരിപാടി ഒരു വലിയ വിജയമായി തീർക്കുവാൻ വേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. താങ്ക് യു സാർ. അടുത്തതായി ഡോക്ടർ മുബാറക് സാനി അവർക്ക് KMFൻ്റെ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ ജനറൽ സെക്രട്ടറി ബിൻസിൽ വർഗീസ് അവർകളെയും പ്രസിഡന്റ് ഗീത സുദർശൻ അവർകളെയും അതോടൊപ്പം തന്നെ ട്രഷറർ കൂടിയായ ലിൻഡ സജി അവർകളെയും 3 പേരെയും ഈ വേദിയിലേക്ക് ഈ സ്നേഹോപഹാരം കൈമാറുന്നതിന് വേണ്ടി വിനയ പുരസ്കാരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. അടുത്തതായി നന്ദി പ്രകാശനമാണ്. ഹൃദ്യം 2023 പ്രോഗ്രാം ജനറൽ കൺവീനർ കൂടിയായ കുവൈറ്റിലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ മിസ്റ്റർ ജോർജ് ജോണിനെ വിനയ പുരസ്കാരം ഈ വേദിയിലേക്ക് ഹൃദ്യം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം കുവൈറ്റിൻ്റെ പ്രവർത്തന പാതയിൽ 2 വർഷം പൂർത്തിയാക്കുകയാണ്. 2021 ഒക്ടോബർ 1 തീയതിയാണ് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംഘടന പ്രവാസ ലോകത്തിൻ്റെ കയ്പും മധുരവും അനുഭവിച്ച് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ രംഗത്ത് ജോലി ചെയ്തു വരുന്ന മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒന്നുചേർന്ന് അപരന് സഹായഹസ്തവുമായി ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു ഉൾവിളിയാണ് കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഹൃദ്യം 2023 പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷത ശ്രീമതി ഗീത സുദർശൻ, പരിപാടി ഉദ്ഘാടനം ചെയ്ത വിശിഷ്ട വ്യക്തി മിസ്റ്റർ നിഖിൽ കുമാർ, സെക്കൻഡ് സെക്രട്ടറി ഓഫ് ഇന്ത്യൻ എംബസി, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ സജിന, ഡോക്ടർ ഖദർ ഷാജഹാൻ, ഡോക്ടർ അമീർ അഹമ്മദ്, ബഹുമാനപ്പെട്ട കലാ ജനറൽ സെക്രട്ടറി സി രാജേഷ്, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, KMFൻ്റെ പ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിക്ക് ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചത് സെക്കൻഡ് സെക്രട്ടറി ഓഫ് ഇന്ത്യൻ എംബസി കുവൈറ്റ് മിസ്റ്റർ നിഖിൽ കുമാർ അവറുകളാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും വേദിയെ ധന്യമാക്കുകയും ചെയ്ത സാറിന് ഹൃദയപൂർവ്വം KMFൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഹൃദ്യം 2023 അധ്യക്ഷ ശ്രീമതി ഗീത സുദർശൻ, KMFൻ്റെ ആരാധ്യയായ സാരഥി നിറഞ്ഞ സദസ്സിൽ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി. സദസ്സിന് സ്വാഗതം ആശംസിച്ച കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറത്തിൻ്റെ കരുത്തുറ്റനായ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ബിൻസിൽ വർഗീസിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഹൃദ്യം 2023 കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറത്തിൻ്റെ ട്രഷറർ
ലിൻഡ സജിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഹൃദയം 2023 ഓർമ്മയ്ക്കായി നമ്മൾ പുറത്തിറക്കിയ സുവനീർ പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട നിഖിൽ സാർ, ബഹുമാനപ്പെട്ട മുബാരക് സാനി സാർ എന്നിവരുടെ സാന്നിധ്യത്തിന് ഹൃദയപൂർവ്വം നന്ദി. പരിപാടികൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ ഖാദർ, ഡോക്ടർ ഷാജഹാൻ, ഡോക്ടർ മൈർ അഹമ്മദ്, ഡോക്ടർ സജന എന്നിവരെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച നാട്ടിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്ന നമുക്ക് നല്ലൊരു മെസ്സേജ് തന്ന് സഹായിച്ച നമ്മുടെ ഡോക്ടർ ആൻഡ് മുഖ്യ അതിഥി കൂടിയായ ഡോക്ടർ മുബാരക് സാനി, അദ്ദേഹത്തിലുള്ള നന്ദി കേരളീസ് മെഡിക്കൽ ഫോറത്തിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഹൃദയം 2023 പ്രൗഢഗംഭീരമായ സദസ്സിൽ തിരശ്ശീല വീഴുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ടതായ ഒരുപാട് ആൾക്കാരേറെയുണ്ട്. ഈ പരിപാടി വിജയമാക്കി തീർത്ത ഞങ്ങൾക്ക് എല്ലാ സാമ്പത്തിക സഹായവും നൽകി ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ സ്പോൺസേഴ്സ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വാഗത സംഘ കമ്മിറ്റികളുണ്ടായിരുന്നു, ഉപകമ്മിറ്റികൾ, എല്ലാവരോടും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്, മ്യൂസിക് ബീറ്റ്സ്, അതുപോലെ തന്നെ ഇവിടെ കലാസന്ധ്യ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അരങ്ങേറും. അതിലേക്ക് കടന്നു വന്ന അൻവർ സാദത്ത്, ചിത്ര അരുൺ, റഫീഖ് വടകര, സലീൽ സാലി എന്നിവരുള്ള നന്ദിയും കേരളീസ് മെഡിക്കൽ ഫോറത്തിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. KMF-നോടുള്ള ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സ്നേഹവും കരുതലുമാണ് ഹൃദയം 2023 വളരെ മനോഹരമായി ഇവിടെ സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ കടന്നു വന്ന് ഈ പരിപാടി ഇത്രയും വിജയമാക്കി തീർത്ത ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി കേരളീസ് മെഡിക്കൽ ഫോറം 2023 നാമത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. George. Now we are winding up our official meeting. Thank you all the dignitaries. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിനു വേണ്ടി നമ്മുടെ കുടുംബത്തിൽ തന്നെ മങ്കഫ് യൂണിറ്റിൻ്റെ ഒരു പ്രോഗ്രാമും അതോടൊപ്പം തന്നെ അബു ഖലീഫയുടെ ഒരു പ്രോഗ്രാമും കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഗാനമേളയുടെ ഒരു വെട്ടിമരുന്നിടെ റെഡിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അത് ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ചങ്കിടിപ്പുകളായ ആ യൂണിറ്റിലെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി സഹൃദയം ക്ഷണിക്കുകയാണ്. അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങൾ ഒരവസരം നൽകും എന്നുള്ള വിശ്വാസത്തിൽ ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഈ സ്റ്റേജ് ഒന്ന് ബ്ലാങ്ക് ആക്കുകയാണ്. A cinematic dance by Mangaf Unit, concept and choreography by Jackson Sparkler, Jazz Dance Studio. Choreographer Mr. Sibi Arakel. ഇതിൽ പങ്കെടുക്കുന്നവർ ദക്ഷിണ അജയ്, പാർവതി വിശ്വനാഥ്, ശിവാനി ശശികുമാർ, ആൽഫി ട്രീസ, അവന്തിക ജോസ്, ഐറിൻ ലില്ലി, ഹന്ന മരിയ, ജൂഹി അഹമ്മദ്, അവന്തിക അനൂപ്, അമേയ സുരാജ്, ശ്രീവേദ സുനിൽ, ഒലിവിയ അരുൺ, ഇവ തോമസ്, ശ്രേയ പ്രീജി, ഗൗരി നന്ദന, ജ്വൽ മറിയം, ജിയ ഹന്ന, ഇസിൻ മറിയം, പ്രാർത്ഥന അമൽ, ബ്രയാൻ ബേസിൽ, ടിമോൻ ടിനി, അച്യുത് കൃഷ്ണ ആൻഡ് ഗഗൻ അജയ്. 25ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ഇത്. നമുക്ക് ഈ കുട്ടികളെ നല്ലൊരു കയ്യോടിയോടുകൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. സിരകളിൽ നിറയുന്ന ഊർജം ചുവടുകളായി വളർത്തി കാഴ്ചക്കാരന്റെ കണ്ണുകളിൽ വിസ്മയം നിറച്ച് നിങ്ങളുടെ മുന്നിൽ ജാസ് ഡാൻസ് സ്റ്റുഡിയോ കുവൈറ്റ്. Jazz Dance Studio in Mangaf is a vibrant and dynamic dance institution dedicated to the art of dance and movement.
Situated in the heart of Mangaf, the studio offers a welcoming and inclusive environment for individuals of all ages and skill levels who have passion for dancing. Join with Dance Studio in Mangaf and embark on a thrilling dance journey where you can express yourself, stay active, and discover the joy of dance in an inspiring setting. రాసాతి పోగాద సూడేతి ஆராட்டி சீராட்டி போவேன ஏமாத்தி மராப்பு போட்ட மறி கொழுந்த பொருக்கு போடணும் கறி விருந்த பொல்லாத ஆசையெல்லாம் முன்னால கொட்டாய போட சொல்லாத செய்திகள்லாம் நான் சொல்வேனே தம்மாங்கு பாட రాసాతి పోగాద సూడేతి ஆராட்டி சீராட்டி போவேன ஏமாத்தி
താങ്ക് യു സിബി സാർ. കാരണം ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് സ്റ്റേജിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊരു പെർഫോമൻസ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം നല്ലൊരു കൈഡി നമ്മളെ പ്രിയപ്പെട്ട സിബി സാറിന്, ഇത് കോറിയോഗ്രാഫി ചെയ്ത് മങ്കഫ് യൂണിറ്റിനും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓണം എന്നുള്ളൊരു ചായ്വ് നമുക്കുണ്ട്. എപ്പോഴായാലും ശരി, ഓണത്തിൻ്റെ ഒരു കാലയളവാണ്. കേരളത്തിൽ മാത്രമാണ് ആ എക്സാക്റ്റ് ഡേറ്റിൽ ഓണം. പ്രവാസികൾക്കെന്നും ഒരു നവംബർ 24 വരെ ഓണമാണ്. അതാണ് ഇതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഓണമാകുമ്പോൾ ഒരു ചെണ്ടമേളമില്ല, മാവേലി ഇല്ല എന്നുള്ളൊരു പരാതി ഒരു ചെറിയ കുഞ്ഞെന്നോട് വന്ന് പറഞ്ഞു അവിടുന്ന് സൈഡിൽ വെറുതെ തമാശക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ അബു ഖലീഫ യൂണിറ്റ് നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ക്നാനായ ബീറ്റ്സിൻ്റെ ഒരു നല്ല ശിങ്കാരിമേളം. നമുക്കൊന്ന് ഡാൻസ് ചെയ്തൂടെ ബാക്കിൽ? റെഡിയല്ലേ? അപ്പം നിങ്ങളേവരുടെയും ശ്രദ്ധ, ഒരു ചെണ്ടമേളം, ഒരു മാവേലി, ഒരു എനർജറ്റിക് അടിപൊളി. താങ്ക് യു, താങ്ക് യു.